ഇന്ത്യൻ പാർലമെന്റിൽ വനിതാ സംവരണ ബില്ലിനെ ചുറ്റിപ്പറ്റിയുള്ള ചർച്ചകൾ ശക്തമാകുന്നതിനിടെ കോൺഗ്രസ് നേതാവ് പ്രിയങ്ക ഗാന്ധി നടത്തിയ പ്രസംഗം ദേശീയ രാഷ്ട്രത്തിൽ വലിയ ശ്രദ്ധ നേടിയിരിക്കുകയാണ്. ചരിത്രപരമായ പശ്ചാത്തലവും നിലവിലെ രാഷ്ട്രീയ സാഹചര്യവും ചർച്ച ചെയ്ത് സർക്കാരിന്റെ നിലപാടിനെ ശക്തമായി ചോദ്യം ചെയ്തതാണ് ഈ പ്രസംഗം. ബഹുമാനപ്പെട്ട അധ്യക്ഷനോട് നന്ദി രേഖപ്പെടുത്തി പ്രസംഗം ആരംഭിച്ച പ്രിയങ്ക ഗാന്ധി വനിതാ സംവരണം ഒരു സാധാരണ നിയമപരമായ വിഷയമല്ലെന്നും രാജ്യത്തെ ഓരോ സ്ത്രീയുടെയും അവകാശവുമായി ബന്ധപ്പെട്ടതാണെന്നും ചൂണ്ടിക്കാട്ടി. ഈ ആശയത്തിന്റെ ചരിത്രം വിശദീകരിച്ചുകൊണ്ട് മോത്തിലാൽ നെഹ്റു 1928 തയ്യാറാക്കിയ റിപ്പോർട്ടിലും തുടർന്ന് 1931 കറാച്ചി കോൺഗ്രസ് സമ്മേളനത്തിലും സർദാർ വല്ലഭായ് പട്ടേലുടെ അധ്യക്ഷതയിൽ സ്ത്രീകൾക്ക് തുല്യ അവകാശം നൽകേണ്ടതിന്റെ ആവശ്യകത അംഗീകരിക്കപ്പെട്ടതായി അവർ ഓർമ്മിപ്പിച്ചു. ഒരു വോട്ട്, ഒരു പൗരൻ, ഒരു മൂല്യം എന്ന തത്വം ഇന്ത്യയിൽ തുടക്കത്തിൽ തന്നെ സ്ഥാപിതമായതുകൊണ്ടാണ് സ്ത്രീകൾക്ക് സ്വാതന്ത്ര്യത്തിന്റെ ആദ്യ ദിവസം മുതൽ വോട്ടവകാശം ലഭിച്ചതെന്നും അവർ വ്യക്തമാക്കി. പഞ്ചായത്തുകളിലും നഗരസഭകളിലും വനിതാ സംവരണം നടപ്പിലാക്കാനുള്ള ആദ്യ ശ്രമം രാജീവ് ഗാന്ധിയുടെ നേതൃത്വത്തിലായിരുന്നുവെന്നും പിന്നീട് PV നരസിംഹറാവുയുടെ സർക്കാരാണ് അത് യാഥാർത്ഥ്യമാക്കിയതെന്നും അവർ പറഞ്ഞു. ഇതിന്റെ ഫലമായി ഇന്ന് ലക്ഷക്കണക്കിന് സ്ത്രീകൾ പ്രാദേശിക ഭരണ സംവിധാനങ്ങളിൽ സജീവമായി പ്രവർത്തിക്കുന്നുവെന്നത് ഇന്ത്യൻ ജനാധിപത്യത്തിന്റെ വലിയ നേട്ടമാണെന്നും അവർ കൂട്ടിച്ചേർത്തു. തുടർന്ന് മൻമോഹൻ സിംഗിന്റെ കാലത്തും ലോകസഭയിലും നിയമസഭകളിലും സംവരണം കൊണ്ടുവരാനുള്ള ശ്രമം ഉണ്ടായിരുന്നുവെങ്കിലും അത് പൂർണ്ണമായി നടപ്പിലാക്കാൻ കഴിഞ്ഞില്ലെന്ന് അവർ പറഞ്ഞു. എന്നാൽ ഇപ്പോൾ കേന്ദ്ര സർക്കാർ കൊണ്ടുവന്നിരിക്കുന്ന വനിതാ സംവരണ ബില്ലിന്റെ യഥാർത്ഥ ലക്ഷ്യം സംശയാസ്പദമാണെന്ന് പ്രിയങ്ക ഗാന്ധി ആരോപിച്ചു. ബിൽ പ്രകാരം സംവരണം 2029 മാത്രമേ നടപ്പിലാക്കുകയുള്ളൂവെന്നും ലോകസഭയിലെ സീറ്റുകളുടെ എണ്ണം 543 നിന്ന് ഏകദേശം 850 വർദ്ധിപ്പിക്കാനുള്ള നിർദ്ദേശമുണ്ടെന്നും അവർ ചൂണ്ടിക്കാട്ടി. മണ്ഡല പുനർനിർണയ കമ്മീഷൻ 2011 സെൻസസ് അടിസ്ഥാനമാക്കി ഈ പ്രക്രിയ നടത്തുമെന്നത് പ്രത്യേകിച്ച് OBC വിഭാഗങ്ങൾക്ക് അനീതിയാകാമെന്നും അവർ പറഞ്ഞു. പുതിയ സെൻസസ് നടത്താതെയാണ് ഇത്തരം വലിയ മാറ്റങ്ങൾ ആസൂത്രണം ചെയ്തതെന്ന് അവർ ചോദ്യം ചെയ്തു. നരേന്ദ്രമോദി സർക്കാരിന്റെ ഈ നീക്കം രാഷ്ട്രീയ നേട്ടം ലക്ഷ്യമിട്ടിട്ടുള്ളതാണെന്നും തിരഞ്ഞെടുപ്പിന് മുന്നോടിയായി ജനങ്ങളെ സ്വാധീനിക്കാൻ ശ്രമിക്കുന്നതാണെന്നും അവർ ആരോപിച്ചു. മണ്ഡല പുനർനിർണയം വഴി സംസ്ഥാനങ്ങളുടെ പ്രതിനിധിത്വത്തിൽ മാറ്റം വരുത്തി ഫെഡറൽ ഘടനയെ ബാധിക്കാനുള്ള സാധ്യതയുണ്ടെന്നും അവർ മുന്നറിയിപ്പ് നൽകി. സ്ത്രീകളെ കുറിച്ചുള്ള ഭാഗത്തിൽ അവർ സമൂഹത്തിന്റെ പ്രധാന ശക്തിയാണ് സ്ത്രീകൾ എന്ന് പറഞ്ഞു. ജീവിതത്തിലെ പ്രതിസന്ധികളിൽ പോലും അവകാശങ്ങൾക്കായി പോരാടാൻ സ്ത്രീകൾക്ക് കഴിവുണ്ടെന്നും വനിതാ സംവരണം ഒരു ഔദാര്യമല്ല, മറിച്ച് അവകാശമാണെന്നും അവർ വ്യക്തമാക്കി. പ്രസംഗത്തിന്റെ അവസാനത്തിൽ നിലവിലുള്ള ലോകസഭയിലെ 543 മണ്ഡലങ്ങളിൽ തന്നെ 33% വനിതാ സംവരണം ഉടൻ നടപ്പിലാക്കണമെന്ന നിർദ്ദേശവും അവർ മുന്നോട്ട് വെച്ചു. SC, ST വിഭാഗങ്ങളിലേക്കും OBCകളിലേക്കും തുല്യ സംവരണം ഉറപ്പാക്കണമെന്നും അവർ ആവശ്യപ്പെട്ടു. ഭരണഘടനാപരമായ നടപടിക്രമങ്ങൾ പാലിക്കാതെ ഇത്തരം വലിയ മാറ്റങ്ങൾ നടപ്പിലാക്കുന്നത് രാജ്യത്തിന്റെ അഖണ്ഡതയ്ക്കും ജനാധിപത്യത്തിനും ഭീഷണിയാകുമെന്നും അവർ മുന്നറിയിപ്പ് നൽകി. അവസാനമായി നിലവിലെ രൂപത്തിലുള്ള ബില്ലിനെ കോൺഗ്രസ് ശക്തമായി എതിർക്കുന്നുവെന്നും എന്നാൽ യഥാർത്ഥാർത്ഥത്തിൽ സ്ത്രീകൾക്ക് അധികാരം നൽകുന്ന രീതിയിൽ നിയമം കൊണ്ടുവരികയാണെങ്കിൽ പൊതുസമ്മതത്തോടെ പിന്തുണയ്ക്കാൻ തയ്യാറാണെന്നും പ്രിയങ്ക ഗാന്ധി വ്യക്തമാക്കി. സ്ത്രീകളുടെ അവകാശം രാഷ്ട്രീയ നേട്ടത്തിനായി ഉപയോഗിക്കരുതെന്നും അത് രാജ്യത്തിന്റെ അടിസ്ഥാന മൂല്യങ്ങളുമായി ബന്ധപ്പെട്ട വിഷയമാണെന്നും അവർ ഓർമ്മിപ്പിച്ചുകൊണ്ട് പ്രസംഗം സമാപിച്ചത്.